ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ SIT നീക്കം. സ്വർണം മോഷ്ടിച്ചതുവഴി തന്ത്രി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്ത്രിയുടെയും പോറ്റിയുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വിശദമായി പരിശോധിക്കാനാണ് നീക്കം. മാനസ മനോജ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. യെസ് മനസ, എന്തായാലും നോക്കൂ, സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. നിർണായകമായിട്ടുള്ള അറസ്റ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പത്മകുമാർ, മുരാരി ബാബു തുടങ്ങിയ ആളുകളൊക്കെ SITക്ക് മൊഴി നൽകിയപ്പോഴൊക്കെ ഈ പറയുന്ന തന്ത്രിയുടെ പേരുകൾ പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല SITക്ക് ചില നിർണായകമായിട്ടുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിലെ വസതിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ചോദ്യം ചെയ്യൽ നടപടികൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ആ രീതിയിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും അന്വേഷണം പോകുന്നത് പോറ്റി ആര് കയറ്റി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിൽക്കുമ്പോഴും അത് നിലവിൽ വിരൽ ചൂണ്ടുന്നത് ആരുടെ ഭാഗത്തേക്കാണ്? തന്ത്രിയുടെ ഭാഗത്തേക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയാണ് ഇനി SITയുടെ അന്വേഷണ പരിധിയിലേക്ക് കടക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും ഭദ്ര പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ്, അതായത് തന്ത്രി കണ്ഠരര് രാജീവരിൻ്റെ അറസ്റ്റ് ഏറ്റവും നിർണായകം തന്നെയായിരുന്നു ഈ കേസിൽ എന്നുള്ളത്. കാരണം എല്ലാ മൊഴികളും, അതായത് എല്ലാ ഉദ്യോഗസ്ഥരുടെയും മൊഴികളിൽ ഏറ്റവും സുപ്രധാനമായും രേഖപ്പെടുത്തിയത് തന്ത്രിക്ക് ഇതിലുള്ള പങ്കാണ്, അല്ലെങ്കിൽ തന്ത്രിയുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മൊഴികളായിരുന്നു. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇത് SITക്ക് ഈ വിവരം ലഭിച്ചുവെങ്കിലും അതിനായുള്ള തെളിവുകൾ കണ്ടെത്തുക എന്ന നീക്കമായിരുന്നു SITക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. അതിനായുള്ള തെളിവുകൾ, അതായത് കണ്ഠരര് രാജീവർക്ക് ഇതിൽ ഉള്ള പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളൊക്കെയും തന്നെ കണ്ടെത്തുക എന്ന നീക്കം തന്നെയായിരുന്നു SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതിനായുള്ള എല്ലാ തെളിവ് ശേഖരണങ്ങളും നടത്തിയതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ രാജീവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതും ചോദ്യം ചെയ്യാൻ നീണ്ട മണിക്കൂർ നേരം വിളിക്കുന്നതും ഒക്കെയും തന്നെ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വിശ്വാസികൾക്കിടയിലും അതോടൊപ്പം തന്നെ മറ്റ് സമൂഹത്തിലും വലിയ രീതിയിൽ അത് വിവാദമാകാനും മറ്റ് പ്രശ്നങ്ങളൊക്കെയും തന്നെ ഉണ്ടാകാനുള്ള ണ്ട്. കാരണം നമുക്കറിയാം, തന്ത്രി എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ച ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതായത് അയ്യപ്പൻ ആയി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. തന്നെ തന്ത്രിയിലേക്ക് ആദ്യം എത്തുക എന്നത് SITക്ക് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു. എങ്കിൽ കൂടിയും വ്യക്തമായ തെളിവുകളൊക്കെയും തന്നെ ശേഖരിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തണം എന്ന നീക്കം തന്നെയായിരുന്നു SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കേസിലെ 13ാം പ്രതിയാണ്, അതായത് കട്ടിളപ്പാളി കേസിലെ 13ാം പ്രതിയാണ് കണ്ഠരര് രാജീവര് എന്നത്. മുൻ തന്ത്രിയാണ്, അതായത് ഈ സംഭവങ്ങളൊക്കെയും തന്നെ നടക്കുമ്പോഴുണ്ടായിരുന്ന തന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് ഇതിലുള്ള ഇടപെടൽ എത്രത്തോളം ആണ് എന്നത് ഇതിനോടകം തന്നെ കോടതിയെ SIT സംഘം ബോധിപ്പിച്ചു. അതിന് പിന്നാലെയാണ് വീണ്ടും ചെങ്ങന്നൂരിലെ വസതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്നതും പിന്നീട് ഉച്ചയോടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുകയും ഉച്ചയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇനിയുള്ള നീക്കം എന്ന് പറയുന്നത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും രാജീവ് കണ്ഠരരും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെയും തന്നെ SIT സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനായുള്ള എല്ലാ തെളിവുകളും SITയുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ളത് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. അതിനായുള്ള നീക്കത്തിലേക്കാണ് SIT സംഘം എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ തന്ത്രിയെ, അതായത് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത്, പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാവിധ നീക്കവും നടത്തിയത് തന്ത്രി രാജീവർ കണ്ഠരരാണ്. ഒപ്പം തന്നെയാണ് അതിനിടയിൽ ചില അഴിമതി ആരോപണമൊക്കെയും തന്നെ നേരിടുമ്പോൾ ഈ പോറ്റിയെ മാറ്റി നിർത്തിയിരുന്നു. പിന്നീട് വീണ്ടും തന്ത്രിയുടെ ഇടപെടലിലാണ് പോറ്റിയെ സ്പോൺസർ എന്ന മുഖേന ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെയുമാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി എന്ന് പറയുന്നത്. പത്മകുമാറിന്റെ ഉൾപ്പെടെ മൊഴികളും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോടുള്ള പ്രതികരണവും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആരിലേക്കായിരുന്നു വിരൽ
ചൂണ്ടിയിരുന്നത് എന്നത് നമുക്കറിയാം. ദൈവതുല്യനായ ഒരാൾ ആണ് എന്നതടക്കമുള്ള സൂചനകൾ പത്മകുമാറിന്റെ മൊഴികളിൽ പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് തന്നെ അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലുള്ള നിർണായക അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതോടുകൂടി കേസിന്റെ പൂർണ്ണ ചിത്രം, അതായത് ഇതിൽ ആർക്കാണ് കൂടുതൽ പങ്ക്, ആരാണ് പോറ്റിയെ ശബരിമലയിലേക്ക് കയറ്റിയത്, ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ മോഷണം നടത്താൻ കൂടുതൽ നീക്കം നടത്തിയത് അല്ലെങ്കിൽ കൂടുതൽ പങ്ക് വഹിച്ചത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുള്ളത്. ഇനി ഇതോടെ 13 പ്രതികളാണ് SIT സംഘം പിടികൂടിയതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും എന്നതാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും SIT സംഘം കടക്കുകയാണ്. ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക് വരെ ഇത്തരത്തിലുള്ള അന്വേഷണത്തെ പൂർണ്ണ രീതിയിൽ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഒരുപാട് ചർച്ചാ വിഷയങ്ങളൊക്കെയും തന്നെയായിരുന്നു. അന്വേഷണം ദ്രുതഗതിയിലല്ല മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമൊക്കെയും തന്നെ ഈ അന്വേഷണ സംഘത്തെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവാദങ്ങൾ അന്വേഷണ സംഘത്തെ ബാധിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഒന്നും തന്നെ അന്വേഷണ സംഘത്തെയോ അന്വേഷണത്തെയോ ബാധിച്ചിട്ടില്ല. അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയായിരുന്നു കോടതി വരെ ശരിവച്ചിരുന്നത്. ഏതായാലും അതിൻ്റെ ഒരു പ്രധാന നീക്കം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തെളിവ് ശേഖരിക്കുക, തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം അത് ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളൊക്കെയും തന്നെ ശേഖരിക്കുക, കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു SITയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം എന്ന് പറയുന്നത്. എല്ലാ തെളിവുകളും SIT സംഘം കണ്ടെത്തി എന്ന് തന്നെയാണ് അറിയിക്കുന്നതും. ഇത് തന്നെയാണ് കോടതിയെയും അറിയിച്ചത്. കോടതിയെ ഇത് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് തന്ത്രിയെ കഴിഞ്ഞ ദിവസം വീണ്ടും വിളിച്ചു വരുത്തി നീണ്ട മണിക്കൂർ, അതായത് ഏകദേശം 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും തന്ത്രിക്കും പോറ്റിക്കും നിർണായക പങ്ക് ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തന്ത്രിയും പോറ്റിയും തന്നെയാണ് ഇത്തരത്തിൽ സ്വർണ്ണ മോഷണം നടത്താനായുള്ള മുഖ്യ പങ്ക് വഹിച്ചതെന്നും അതിനായുള്ള എല്ലാ ഗൂഢാലോചന വരെ നടത്തിയത്, അതായത് ഈ ഗൂഢാലോചനയിൽ വരെ തന്ത്രിക്ക് പങ്കുണ്ട്. തന്ത്രിക്ക് പങ്കില്ലാതെ ഇത്തരത്തിൽ ഒരു മോഷണം നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തന്ത്രിയെ ഇനി റിമാൻഡോ അല്ലെങ്കിൽ കസ്റ്റഡിയിലോ വിടാതെ ജാമ്യം നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളും SIT സംഘം കോടതിയെ അറിയിച്ചതായാണ് ലഭിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം തന്ത്രിയെ ഒരുപക്ഷെ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ, അതായത് ആത്മീയതയൊക്കെയും തന്നെ വശമുള്ള ഒരു വ്യക്തി കൂടിയാണ് തന്ത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായേക്കാം. ഒരുപക്ഷെ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു നീക്കവും തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട്. ഇതൊക്കെയും തന്നെ കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോയതും. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്. എത്രത്തോളമാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്നത് നമുക്ക് തന്നെ കണ്ട് അറിയാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകമായ നീക്കങ്ങളാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേസ് ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിൽ പങ്ക് പറ്റിയ എല്ലാവരും, അതായത് ഗൂഢാലോചന ശ്രമം വരെ നടത്തിയ ആളുകളെയൊക്കെയും തന്നെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക, ശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്ന നീക്കങ്ങളൊക്കെയും തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.